ഇന്ന് ഞായറാഴ്ച കർത്താവിൻ്റെ ദിവസം. ഇന്നത്തെ പരിശുദ്ധ കുർബാനയ്ക്ക് ഒരു പ്രത്യേകത ഉള്ളതുകൊണ്ടാണ് അഭിമന്യ പുന്നക്കോട്ടിൽ പിതാവ് ഇവിടെ കുർബാനയ്ക്കായിട്ട് വന്നിരിക്കുന്നത്. നിങ്ങൾ ഈ പെരമയുടെ മുൻവശത്ത് കാണുന്നുണ്ട് ദൈവദാസൻ പഞ്ഞിക്കാരൻ അച്ഛൻ്റെ രൂപം. നിങ്ങൾ ഒരുപക്ഷെ അറിഞ്ഞു കാണും, ദൈവദാസൻ ജോസഫ് പഞ്ഞിക്കാരൻ അച്ഛൻ വിശുദ്ധരുടെ നാമകരണ നടപടിയിൽ ഒരു പടി കൂടെ മുന്നോട്ട് കയറിയിരിക്കുകയാണ്. അദ്ദേഹം ധന്യനായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടു എന്ന് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലെല്ലാം നിങ്ങൾ അറിഞ്ഞു കാണും. ദൈവത്തിന് പ്രത്യേകമായിട്ട് നന്ദി പറയാനായിട്ട് അവരുടെ സന്യാസിനി സമൂഹം, MSJ സന്യാസിനി സമൂഹം ഒരുക്കുന്നത് ജനുവരി മാസം 31-ാം തീയതിയാണ്. എങ്കിലും വലിയൊരു പ്രഖ്യാപനം വത്തിക്കാനിലുണ്ടായതിനോട് ചേർന്ന് തന്നെ അടുത്തു വരുന്ന ഞായറാഴ്ച ദൈവത്തിന് നന്ദിയും സ്തുതിയും ആരാധനയും സമർപ്പിച്ച്, പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട അച്ഛനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് പരിശുദ്ധ കുർബാന അർപ്പിക്കാനായിട്ട് നമ്മുടെ രൂപതയുടെ മുൻ അധ്യക്ഷൻ അഭിമന്യമാർ ജോർജ് പുന്നക്കോട്ടിൽ പിതാവ് ഇവിടെ വന്നിരിക്കുകയാണ്. ഇങ്ങനെയൊരു പരിശുദ്ധ കുർബാന ഇവിടെ അർപ്പിക്കുന്നതിന് ഏറ്റവും യോഗ്യനായത് പുന്നക്കോട്ടിൽ പിതാവാണ്. കാരണം പഞ്ഞിക്കാരൻ അച്ഛൻ്റെ നാമകരണ നടപടികൾ ആരംഭിച്ചത് പിതാവാണ്. അങ്ങനെ ഒരു രൂപതയിൽ മെത്രാൻ ആരംഭിച്ചാൽ മാത്രമേ ഈ നടപടികൾ മുന്നോട്ട് പോകൂ എന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. അതനുസരിച്ച് പഞ്ഞിക്കാരൻ അച്ഛൻ വിശുദ്ധനായിട്ട് നാമകരണം ചെയ്യപ്പെട്ട് കാണുന്നതിൽ MSJ സന്യാസിനി സമൂഹത്തിലെ ഓരോ അംഗത്തോടൊപ്പം വളരെ സന്തോഷിക്കുന്ന ഒരാളാണ് അഭിമന്യ പുന്നക്കോട്ടിൽ പിതാവ്. അതിൻ്റെ ഭാഗമായി ഒരു പടി കൂടി ധന്യൻ, ഇനി വാഴ്ത്തപ്പെട്ടവൻ, തുടർന്ന് വിശുദ്ധൻ. അപ്പോൾ ഈ ഒരു മംഗളകർമ്മം, സന്തോഷ വാർത്ത നിങ്ങൾ ദൈവജനം, പ്രത്യേകിച്ച് അച്ഛൻ ഈ കോതമംഗലം പ്രദേശത്തെല്ലാം ഒത്തിരി ശുശ്രൂഷ ചെയ്ത ഒരാളാണ്. ഈ അടുത്ത കാലത്ത് ഒരു പ്രായം ചെന്ന ചേട്ടൻ എന്നോട് പറഞ്ഞു, എൻ്റെ അപ്പൻ പറഞ്ഞിട്ടുണ്ട്, ഈ പള്ളിയോട് ചേർന്ന് അടുത്ത് താമസിക്കുന്ന ആളാണ്, പഞ്ഞിക്കാരൻ അച്ഛൻ എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കിയാൽ അതിൻ്റെ വീതം പോലും ഞങ്ങൾക്ക് വീട്ടിൽ തരുമായിരുന്നുവെന്ന് ഒരു യാക്കോബായ കുടുംബത്തിൽ നിന്നുള്ള ഒരു ചേട്ടൻ എന്നോട് പറഞ്ഞു. അങ്ങനെ ഈ പ്രദേശത്ത് ശുശ്രൂഷ ചെയ്ത ബഹുമാനപ്പെട്ട അച്ഛനെ നമ്മുടെ പള്ളിയിൽ വെച്ച് തന്നെ സ്മരിക്കുന്നതും അതുപോലെ അദ്ദേഹത്തെ നാമകരണ നടപടികൾ പുരോഗമിക്കുന്നതിൽ നന്ദി പ്രകടിപ്പിക്കുന്നത് ഉചിതമാണ്. അഭിമന്യ പിതാവിനെ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ വളരെ സ്നേഹത്തോടെ ഞാൻ നമ്മുടെ ഈ കത്തീഡ്രൽ ഇടവകയിലേക്ക്, പ്രത്യേകിച്ച് പരിശുദ്ധ കുർബാനയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ നിങ്ങളെ എല്ലാവരെയും പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ദേവദാസൻ ധന്യൻ പഞ്ഞിക്കാരൻ അച്ഛനെ കുറിച്ച് ഒരു വാക്ക് ആമുഖമായിട്ട് പറയും. തുടർന്ന് നമ്മൾ പരിശുദ്ധ കുർബാന അർപ്പിക്കും. കുർബാനയ്ക്കിടയിൽ അഭിമന്യ പിതാവ് പഞ്ഞിക്കാരൻ അച്ഛനെ സ്മരിച്ച് സംസാരിക്കും. അങ്ങനെ വളരെ സന്തോഷത്തോടുകൂടെ, നന്ദിയോടുകൂടെ നമുക്ക് ഈ പരിശുദ്ധ കുർബാന അർപ്പിക്കാം. വിശ്വാസത്തിന്റെ വിളഭൂമിയിൽ വിശുദ്ധിയുടെ പാദമുദ്ര പതിപ്പിച്ച കർമ്മയോഗി ധന്യൻ ജോസഫ് പഞ്ഞിക്കാരൻ അച്ഛൻ സാന്ത്വനത്തിന്റെയും കാരുണ്യത്തിന്റെയും സദ്വാർത്തയുമായി താൻ കണ്ടുമുട്ടിയവർക്ക്, അശരണനും ആലംബഹീനനുമായവർക്ക് സ്നേഹത്തിന്റെ സന്ദേശം പകർന്നേകിയ വത്സലതാതൻ, ഒളിമങ്ങാത്ത പ്രേക്ഷിത തീക്ഷ്ണതയാൽ ജ്വലിച്ച് ദൈവഹിതത്തിനു മുൻപിൽ സ്വയം അടിയറവ് പറഞ്ഞ് താൻ കണ്ടുമുട്ടിയവരിൽ ഈശോയുടെ കരുണാർദ്ര മുഖം ദർശിച്ച് ആഴമായ ദൈവസ്നേഹത്താലും പ്രാർത്ഥനയാലും നിറഞ്ഞ് ദൈവത്തെ ജീവന് തുല്യം സ്നേഹിച്ചും സ്വർഗത്തെ സ്വപ്നം കണ്ടും ജീവിച്ച ദൈവത്തിന്റെ പുരോഹിതൻ ധന്യൻ ജോസഫ് പഞ്ഞിക്കാരൻ അച്ഛനെ ഇതാ വിശുദ്ധിയുടെ ഒരു പടി കൂടി മുകളിലേക്ക് തിരുസഭ ഉയർത്തിയിരിക്കുന്നു. 1888 സെപ്റ്റംബർ 10 ചേർത്തലയിലെ ഉഴുവ ഗ്രാമത്തിൽ ജനിച്ച പഞ്ഞിക്കാരൻ അച്ഛൻ അറിവുകൊണ്ടും വിജ്ഞാനം കൊണ്ടും പ്രശസ്തിയുടെ കൊടുമുടിയിൽ എത്തിയിട്ടും അതെല്ലാം ക്രൂശിതന്റെ കാൽപാദത്തിങ്കൽ അടിയറവ് വെച്ച് ദൈവത്തിനും അവിടുത്തെ ജനത്തിനുമായി ജീവിക്കുവാൻ 1918 ഡിസംബർ 21 പൗരോഹിത്യം സ്വീകരിച്ച് നിത്യപുരോഹിതനായ ഈശോയുടെ പൗരോഹിത ശുശ്രൂഷയിൽ പങ്കുകാരനായി. പ്രേക്ഷിത വേലയ്ക്ക് വേണ്ടിയാണ് ഞാൻ പുരോഹിതനായത് എന്ന തന്റെ സ്വന്തം ആപ്തവാക്യത്തിൽ ഊന്നി നിന്നുകൊണ്ട് ഈ ചെറിയവരിൽ ഒരുവന് ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത് എന്ന തിരുവചനത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് എല്ലാ ആത്മാക്കളെയും ദൈവത്തിനായി നേടുക, ഈ ലക്ഷ്യപ്രാപ്തിക്കായി അച്ഛൻ സഞ്ചരിച്ച വഴികളും
നേരിട്ട കഷ്ടപ്പാടുകളും സഹനങ്ങളും അനവധിയാണ്. രോഗിയുടെ മുറി ഒരു ദേവാലയവും ഓരോ കട്ടിലും ഓരോ അൾത്താരയും ആണ് എന്നതായിരുന്നു അച്ഛന്റെ ദർശനം. പാവപ്പെട്ടവർക്കും രോഗികൾക്കും വേണ്ടി ജീവിതം മാറ്റിവെച്ച അദ്ദേഹം രോഗി ശുശ്രൂഷയെ ഒരു ദൈവവിളിയായി ദൈവനിയോഗമായി കണ്ടു. 1944 പഞ്ഞിക്കാരനച്ഛന്റെ ദീർഘവീക്ഷണത്താൽ സ്ഥാപിതമായ മെഡിക്കൽ സിസ്റ്റേഴ്സ് ഓഫ് സെയിന്റ് ജോസഫ് ധർമ്മഗിരി എന്ന സന്യാസിനി സമൂഹം ഇന്ന് ലോകമെമ്പാടും രോഗി ശുശ്രൂഷ രംഗത്ത് സജീവമാണ്. 2010 ജൂലൈ 18 പഞ്ഞിക്കാരനച്ഛനെ ദൈവദാസനായി പ്രഖ്യാപിച്ച് രൂപതാതല പഠനങ്ങൾ ആരംഭിച്ചു. 2025 ഡിസംബർ 18 ധന്യൻ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടതോടെ അച്ഛനെ വിശുദ്ധനായി പ്രഖ്യാപിക്കാനുള്ള നാമകരണ നടപടികളുടെ അടുത്ത ഘട്ടം ആരംഭിച്ചു. പഞ്ഞിക്കാരനച്ഛന്റെ മാധ്യസ്ഥം തേടി നമുക്കും പ്രാർത്ഥിക്കാം. അച്ഛനെ വിളങ്ങിയിരുന്ന അനിതര സാധാരണമായ പ്രേക്ഷിത തീക്ഷ്ണത, ഈശോയ്ക്ക് വേണ്ടി ആത്മാക്കളെ നേടാനുള്ള തീക്ഷ്ണമായ ദാഹം, എല്ലാ പ്രവൃത്തികളിലും ദൈവത്തെ പ്രീതിപ്പെടുത്തുക എന്ന ഏക ലക്ഷ്യം, ഇവയെല്ലാം സ്വജീവിതത്തിലൂടെ പഠിപ്പിച്ചും പ്രവർത്തിച്ചും നമുക്ക് മുൻപേ വിശുദ്ധിയുടെ പാതയിലൂടെ നടന്നു നീങ്ങിയ ധന്യൻ ജോസഫ് പഞ്ഞിക്കാരനച്ഛൻ ഇന്ന് തിരുസഭയ്ക്കും MSA സന്യാസിനി സമൂഹത്തിനും കോതമംഗലം രൂപതയ്ക്കും ഒരു അഭിമാനമാണ്. അതെ, പഞ്ഞിക്കാരനച്ഛന്റെ പൈതൃക വാത്സല്യം സ്വീകരിക്കുവാനും അച്ഛന്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുവാനും അടഞ്ഞിരിക്കുന്ന നമുക്ക് നമ്മുടെ ജീവിതങ്ങളെയും നിയോഗങ്ങളെയും പഞ്ഞിക്കാരനച്ഛന്റെ മാധ്യസ്ഥം വഴി ദൈവ തിരുമുൻപിൽ സമർപ്പിക്കാം. എല്ലാറ്റിനും ഉപരി കാൽവരി കുരിശിൽ യാഗമായി മാറിയ ഈശോയുടെ ബലിയർപ്പണം ഈ ബലിവേദിയിൽ പുനരർപ്പിക്കപ്പെടുമ്പോൾ ഇന്നത്തെ പരിശുദ്ധ ബലിക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്ന അഭിമന്യ മാർ ജോർജ് പുന്നക്കോട്ടിൽ പിതാവിനെയും സഹവൈദികരെയും സമർപ്പിച്ച് ദൈവാനുഗ്രഹങ്ങൾക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, അങ്ങയുടെ വിനീതദാസൻ ധന്യൻ ജോസഫ് പഞ്ഞിക്കാരനച്ഛനെ വിശുദ്ധിയുടെ പടവുകളിലേക്ക് കൈപിടിച്ചുയർത്തിയതിന് ഞങ്ങൾ നന്ദി പറയുന്നു. അച്ഛന്റെ സ്വർഗീയ മധ്യസ്ഥതാൽ ലോകം മുഴുവനെയും ഇന്നീ കൃതജ്ഞതാ ബലിയിൽ പങ്കുചേരുന്ന ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഒരിക്കൽ കൂടി നമ്മുടെ പ്രാർത്ഥനകളെ, നിയോഗങ്ങളെ, ആവശ്യങ്ങളെ ദൈവ തിരുമുൻപിൽ സമർപ്പിച്ച് ധന്യൻ പഞ്ഞിക്കാരനച്ഛനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഒരുമയോടെ സ്നേഹത്തിന്റെ ഈ ബലി നമുക്കൊന്നു ചേർന്ന് നിത്യപിതാവിന് അർപ്പിക്കാം. പ്രത്യാശയും
നാമം പൂജിതമാകണമേ, രാജ്യം വന്നിടണമേ. പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സാമോദം പരിശുദ്ധൻ നീ എന്നെന്നും, പരിശുദ്ധൻ നീ പരിശുദ്ധൻ. അച്ഛന്മാരെ, സിസ്റ്റേഴ്സ്, സഹോദരി സഹോദരന്മാരെ, 2-3 ആഴ്ച മുമ്പ് ദേവാലയത്തിൽ ദീപലർപ്പിക്കാനായിട്ട് വന്നിരുന്നു. പക്ഷേ വീണ്ടും പെട്ടെന്ന് വരണമെന്ന് ഞാൻ വിചാരിച്ചിരുന്നതല്ല. എങ്കിലും അടുത്ത പിതാവ് പറഞ്ഞ് ഇന്ന് പള്ളിയിൽ വിസിറ്റി ഉള്ളതുകൊണ്ട് ഇവിടെ കുർബാന അർപ്പിക്കാൻ പറ്റുകയില്ല. നമ്മുടെ ഇടവകയിലെ യുവതിയിലെയും പ്രധാനപ്പെട്ടൊരു സംഭവം ആണല്ലോ പഞ്ഞിക്കാടിനെ ചില സംബന്ധിച്ച് നടന്നിരിക്കുന്നത്. ഇന്ന് ഇവിടെ വന്ന് കുർബാന അർപ്പിക്കാൻ പറ്റുമെന്ന് അദ്ദേഹം എന്നോട് ചോദിച്ചു. ഞാൻ ഇന്ന് ഇവിടെ വന്ന് കുർബാന അർപ്പിക്കാനായിട്ട് വന്നത്. പഞ്ഞിക്കാരനച്ഛൻ നമ്മുടെ ഇടവകയിൽ ഒരു നാൾ ജീവിച്ച ഒരാളാണ്. അവിടെ നമ്മുടെ ഇടവകമാണ്. ഇടവക അംഗം എന്ന് പറയാനായിട്ട് യാതൊരു തടസ്സവുമില്ല. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇടവക അംഗമായ ഒരാൾ, ഇടവകയിൽ ഇത്തിനാൾ ജീവിച്ചിരുന്ന ഒരാൾ, അദ്ദേഹത്തിൻ്റെ ജീവിത വിശുദ്ധി സഭ സാവധാനത്തിൽ അംഗീകരിച്ചു വരുന്നു എന്ന് നമ്മൾ ദൈവത്തിന് നന്ദി പറയാനായിട്ടാണ് കൂടിയിരിക്കുന്നത്. സാധാരണ ഒരാളെ വിശുദ്ധൻ നാമകരണം ചെയ്തത് പെട്ടെന്നൊന്നുമല്ല, ദീർഘനാളത്തെ പഠനത്തിന് ഒക്കെ ശേഷമാണ്. ഞാൻ ആദ്യമായിട്ടൊരു നാമകരണത്തിന് കൂടുന്നത് 1958 നിങ്ങളാരും ജനിച്ചിട്ടുണ്ടാകുക 58 കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്. അന്ന് നാമകരണത്തിൽ പങ്കെടുത്തത് അറിയപ്പെടുന്ന വിശുദ്ധൻ്റെ പേര് ഗ്രെഗോരിയോ ബാർബറീഗോ. നിങ്ങൾക്കാർക്കും അറിയാൻ പാടില്ല എൻ്റെ വിശുദ്ധനെക്കുറിച്ച്. ഇത് കേട്ടിട്ടുണ്ടാകില്ല. ഇത് ജീവിച്ചിരുന്ന 300 കൊല്ലങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ 300 കൊല്ലമെടുത്തു അദ്ദേഹത്തിൻ്റെ നാമകരണത്തിന്. കർദിനാൾ നിയമം മരിച്ചത് 100 കൊല്ലത്തിൽ കൂടുതലായി. അത് ഈയിടെയാണ് അദ്ദേഹത്തെ വിശുദ്ധൻ 130 കൊല്ലം ആയപ്പോഴാണ് വിശുദ്ധൻ എന്ന് നാമകരണം ചെയ്യുന്നത്. അങ്ങനെ അതുപോലെ ചാവറ അച്ഛൻ നാമകരണം നടക്കുന്നത് ഒത്തിരി നാളെടുത്തു. 100 വർഷത്തിൽ കൂടുതലെടുത്തു. 140 വർഷം എടുത്തു. അതുകൊണ്ട് നാമകരണം സഭ സാവധാനത്തിൽ ചെയ്യുന്ന ഒരു പ്രക്രിയ പരിപാടിയാണ്. ഒരാൾ മരിച്ചാൽ ഉടനെ നാമകരണം ചെയ്യാറില്ല. വിളിച്ച് പഠിക്കും, അന്വേഷിക്കും, എല്ലാമാണ് സാവധാനത്തിൽ സഭ തീരുമാനമെടുക്കുന്നത്. ആദ്യത്തെ സ്റ്റെപ്പ്, ആദ്യത്തെ പടി എന്ന് പറഞ്ഞാൽ നമ്മുടെ അനുസരിച്ചാണെങ്കിൽ സിനഡ് എന്ന് പറയുന്ന മെത്രാന്മാരുടെ സമ്മേളനത്തിൽ, സിറോ മലബാർ സഭയിലെ മെത്രാന്മാരുടെ സമ്മേളനത്തിൽ ഒന്നിച്ചു കൂടുന്ന അവസരത്തിൽ ബിഷപ്പ് പറയുക, ഞങ്ങളുടെ രൂപതയിൽ ഇങ്ങനെ ഒരാൾ ഉണ്ട്, അദ്ദേഹം വിശുദ്ധ ജീവിതം നയിച്ചിരുന്ന ഒരാളാണ് എന്നാണ് പൊതുവെ അംഗീകരിക്കപ്പെടുന്നത്. എൻ്റെ സ്വന്തം അഭിപ്രായമല്ല, പൊതുവെ അംഗീകരിക്കപ്പെടുന്നത് അങ്ങനെയാണ്. ജനങ്ങൾ അദ്ദേഹത്തെ അങ്ങനെയാണ് പരിഗണിക്കുന്നത്. പണ്ടൊക്കെ പുരാതന കാലത്ത് മധ്യശതകങ്ങൾ വരെ ഉറുബൻ 8 മാർപ്പാപ്പയുടെ കാലം വരെ എന്ന് പറയാം. അന്നൊക്കെ വിശുദ്ധനായിട്ട് ആളുകളാണ് പ്രഖ്യാപിച്ചിരുന്നതെന്ന് പറയാം. ആളുകളുടെ ഒരാൾ വിശുദ്ധനെന്ന് അങ്ങ് പ്രഖ്യാപിച്ച് ആളുകളെല്ലാം സൗകര്യത്തിൽ കൂടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. സാവധാനത്തിൽ ദൈവം വിശുദ്ധൻ അറിയപ്പെടുന്നു, അംഗീകരിക്കപ്പെടുന്നു. സഭയാണ് ആദ്യം അംഗീകരിച്ചിരുന്നതെന്ന് വെച്ചാൽ ജനക്കൂട്ടമാണ് ആദ്യമായിട്ടൊരാളെ പൊതു വിശുദ്ധനെന്ന് അങ്ങ് കണ്ടിരുന്നത്. സഭ അംഗീകരിക്കണം, സാവധാനത്തിലാണ് വന്നിരുന്നത്. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് സാധാരണ ഒരാൾ യുവതയിൽ വിശുദ്ധിയുടെ ഉടമയാണ്, വിശുദ്ധനാണ് എന്നറിഞ്ഞാൽ അങ്ങനെ പൊതുജന അഭിപ്രായമെങ്കിൽ
പൊതുവെ അത് സിനഡിൽ പറയണം. സിനഡ് അത് അന്വേഷിക്കാനായിട്ട് പറഞ്ഞാൽ തുറന്ന് അന്വേഷിക്കാൻ പറ്റുകയുള്ളൂ. തുറന്ന് അതേക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് പഠിക്കുവാനായിട്ട് പറയും. അദ്ദേഹം പ്രസംഗനാണെന്തെങ്കിലും പ്രസംഗിച്ചിരുന്ന കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കണം. അദ്ദേഹം ഒരു ഗ്രന്ഥകാരനാണെങ്കിൽ എഴുതിയ പുസ്തകങ്ങളെക്കുറിച്ചോ ലേഖനങ്ങളെക്കുറിച്ചോ ഒക്കെ അന്വേഷിക്കണം. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അന്വേഷിക്കണം. അല്ല, രൂപതയിലെ ബിഷപ്പ് നടത്തേണ്ടതെല്ലാം നടത്തിയിട്ട് എല്ലാം സിനഡിൽ ഒക്കെ അവതരിപ്പിക്കാം. അപ്പോൾ എങ്ങനെയാണെങ്കിൽ ഇത് പരിശുദ്ധ സിംഹാസനം സമർപ്പിക്കാം എന്ന് തീരുമാനമുണ്ടാകുന്നു. പരിശുദ്ധ സിംഹാസനവും ഇതിനായിട്ട് കമ്മിറ്റി ഇടപാടി. അതായത് റോമിൽ 2-3 പടികളിലൂടെ കടന്നു പോയാൽ നാമകരണം നടക്കുകയുള്ളൂ. റോമിൽ ഒരു കോൺഗ്രിഗേഷനുണ്ട്, കോൺഗ്രിഗേഷൻ ഓഫ് സെയിൻസ്, അല്ലെങ്കിൽ നാമകരണ പള്ളിയുടെ കാര്യത്തിലൊക്കെ ഉത്തരവാദിത്തമുള്ള കോൺഗ്രിഗേഷൻ. ആ കോൺഗ്രിഗേഷനാണ് തീരുമാനമെടുക്കേണ്ടത്. കോൺഗ്രിഗേഷൻ ഒരാളെക്കുറിച്ചായ കാര്യങ്ങളെല്ലാം അതിൻ്റെ ജീവചരിത്രം, അതിൽ എഴുതിയ ഗ്രന്ഥങ്ങൾ, എഴുതിയ പുസ്തകങ്ങളുണ്ടെങ്കിൽ അത്, അതിൻ്റെ പ്രവർത്തനങ്ങൾ, അതിൻ്റെ പ്രവർത്തന വേദികൾ, കാര്യങ്ങളെല്ലാം സമഗ്രമായി പഠിച്ച് വിലയിരുത്തണം. വിലയിരുത്തിയിട്ടാണ് കോൺഗ്രിഗേഷൻ അദ്ദേഹത്തിൻ്റെ ജീവിത വിശുദ്ധിയെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. വിശുദ്ധനായ ഒരു ആത്മായൻ, അല്ലെങ്കിൽ സന്യാസിനി, ഒരു സന്യാസി, ഒരു വൈദികൻ ആണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അംഗീകാരം വിശുദ്ധനെന്ന് പ്രഖ്യാപിച്ചില്ലെങ്കിലും ജീവിതവിശുദ്ധിയിൽ രസമൊന്നുമില്ല. യഥാർത്ഥ വിശ്വാസവും വലിയ ദൈവസ്നേഹവും പ്രത്യാശയും ഉള്ള വ്യക്തിയായിരുന്നു. വലിയ ദൈവവിശ്വാസമുള്ള ഒരാൾ, ഒരു ദൈവസ്നേഹമുള്ള ഒരാൾ, ദൈവശരണമുള്ള ഒരാൾ, ദൈവത്തെയും മനുഷ്യരെയും സ്നേഹിച്ചിരുന്ന ഒരാൾ, മനുഷ്യർക്ക് നന്മ ചെയ്യുന്ന ആൾ, മനുഷ്യർക്ക് ഒരു ദ്രോഹവും ചെയ്യാത്ത ഒരാൾ ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ സുഹൃത്ത ജീവിതത്തെക്കുറിച്ച് കോൺഗ്രിഗേഷന് ബോധ്യമായാൽ മാർപ്പാപ്പയുടെ അടുത്ത് കൊണ്ടുപോയി മാർപ്പാപ്പയ്ക്ക് സമർപ്പിക്കുന്നു. മാർപ്പാപ്പയുടെ അദ്ദേഹത്തെ വേനറബിൾ, അദ്ദേഹത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ച്, സുഹൃത്തുക്കളെക്കുറിച്ച് സംശയമില്ല എന്നുള്ള കാര്യം മാർപ്പാപ്പയെ ഈ കോൺഗ്രിഗേഷനിൻ്റെ പ്രിയപ്പെട്ട കർദിനാളാണ് കൊണ്ടുപോയി കൊടുക്കുന്നത് മാർപ്പാപ്പയുടെ അടുത്ത്. മാർപ്പാപ്പ ഒരാളുടെ കാര്യം, പലരുടെയും കാര്യം കാണുമായിരിക്കും, ഏതാനും പേരുടെ കാര്യം കാണുമായിരിക്കും. ഈ മാർപ്പാപ്പ ഓരോന്നും പരിശോധിച്ചതിന് ശേഷം ഇദ്ദേഹത്തെ വെനറബിൾ, മലയാളത്തിൽ ധന്യൻ, വാഴ്ത്തപ്പെട്ടവനല്ല, ആദരണീയനാണ്. വെനറബിൾ ആയിട്ട്, വെനറാബിലിസ് ലാറ്റിനിൽ വെനറാബിലിസാണ് മാർപ്പാപ്പയാണ് അംഗീകരിക്കുന്നത്. അപ്പോൾ മാർപ്പാപ്പയുടെ അടുത്ത് കൊണ്ടുപോയി ഈ വിവരം വഞ്ചിക്കാരൻ ചെറികാര്യം കർദിനാൾ സമർപ്പിച്ചു. വരെ ഏതാനും പേരുടെ കാര്യം കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ മാർപ്പാപ്പ വായിച്ചൊക്കെ നോക്കിയ ശേഷം അദ്ദേഹത്തിൻ്റെ ജീവിതത്തെല്ലാം കണ്ടു. അദ്ദേഹം വെനറബിൾ ആയിട്ട് പ്രഖ്യാപിക്കാം, മാർപ്പാപ്പൻ പ്രഖ്യാപിക്കുന്നത് വെനറബിൾ, ആദരണീയൻ, ആദരിക്കപ്പെടാൻ യോഗ്യതയുള്ളവൻ എന്ന് മാർപ്പാപ്പ അറിയിച്ചു. ഇനി അതുകൊണ്ട് അതിൽ ഇനിയും അടുത്ത പടി ധന്യൻ എന്ന് പ്രഖ്യാപിച്ച് നമ്മൾ ദൈവത്തിന് നന്ദി പറയുന്നു. അടുത്ത മാസം അവസാനം നമ്മുടെ ഇടവകയും രൂപതയിലെ വിശ്വാസികളൊക്കെ ചേർന്ന് ഇടവകയിലൂടെ വെച്ച് വലിയൊരു കൃതജ്ഞതാപ്രകാശനം ഡെയിലി നടക്കും ഭർത്തികളുടെ നേതൃത്വത്തിൽ. എങ്കിലും ഇന്ന് ആദ്യമായിട്ട് കഴിഞ്ഞ 2 ദിവസം മുമ്പ് പത്രത്തിൽ വന്നത് ആദ്യമായിട്ട് ഇന്ന് ഒരു കൃതജ്ഞാബലി ഇവിടെ നടക്കുന്നു. എളിയ തോതിൽ ചെയ്യുന്നു പറഞ്ഞിട്ടുള്ളൂ. എല്ലാവരും അറിയിക്കാൻ പോലും നേരം കിട്ടിയിട്ടില്ല. ചുവര് വന്നു. അപ്പോൾ ഇങ്ങനെ ദൈവത്തിന് നമ്മൾ നന്ദി പറയാൻ കൂടിയിരിക്കുന്നത്. ഇനി അടുത്ത പടി നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. ദൈവം നമ്മളുടെ ഈ തീരുമാനത്തെ അംഗീകരിക്കുന്നു. ദൈവം അദ്ദേഹത്തെ ആദരണീയന് വെനറബിൾ ആയിട്ട് സഭ തീരുമാനിച്ചു. ദൈവം കൂടി അത് അംഗീകരിക്കുമ്പോൾ ആണ് ദൈവം വാഴ്ത്തപ്പെട്ടവൻ, ബ്ലെസഡ്, ബേയാത്തോസ് അറിയപ്പെടുന്നത്. അപ്പം അതിനുവേണ്ടി നമ്മൾ നോക്കിയിരിക്കണം, പ്രാർത്ഥിക്കണം. ഒരാളുടെ അല്ലെങ്കിൽ പിതാവിൻ്റെ മധ്യസ്ഥത്താൽ, സഹായത്താൽ, പ്രാർത്ഥനയാൽ ഞങ്ങൾക്ക് ദൃശ്യമായ അടയാളങ്ങൾ തരണമേ എന്ന് മുഖ്യമായ രോഗശാന്തിയൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. രോഗശാന്തി അത് സ്വീകാര്യമൊരു അടയാളമാണ്. വൈദ്യന്മാർ നോക്കിയിട്ട് സുഖപ്പെടുത്താൻ സാധിക്കാത്തതായ കാര്യം
പരീക്ഷയിൽ കുട്ടി പാസ്സായാൽ അതൊന്നും സ്വീകരിക്കുകയില്ല. വസ്തു വിറ്റാൽ അതും അടയാളമായി സ്വീകരിക്കുകയില്ല. ദൈവം ഈ വിശുദ്ധൻ്റെ, ഈ നല്ല മനുഷ്യൻ്റെ, ഈ ആദരണീയൻ്റെ പരിശുദ്ധി അംഗീകരിക്കുന്നു എന്നതിന് അടയാളമാണ് ഒരു അത്ഭുതം. ഒരു അത്ഭുതം ഉണ്ടായിക്കഴിഞ്ഞാലാണ് അടുത്ത പടി അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവരെന്ന് പ്രഖ്യാപിക്കും. ഞാൻ ചില സമയമെടുക്കും. ഞാൻ സൂചിപ്പിച്ചല്ലോ, കർദിനാൾ നിയമനം 130 കൊല്ലം കഴിഞ്ഞിട്ടൊക്കെയാണ് വിശുദ്ധൻ നാമകരണം ചെയ്യപ്പെട്ടത്. ഞാൻ പറഞ്ഞ ആദ്യത്തെ പുണ്യവാൻ ഞാൻ പോയി പങ്കെടുത്തതായ ആ നാമകരണത്തിൽ ഗ്രിഗോരിയോ ബാർബറിയോ 300 കൊല്ലത്തിന് ശേഷമാണ് അദ്ദേഹം വാഴ്ത്തപ്പെട്ടവനായിട്ട് വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ടത്. ഇത് സംഭവിച്ചെന്ന് വരാം. അതുകൊണ്ട് പഞ്ഞിക്കാരൻ്റെ തന്നെ ഇനി 300 കൊല്ലമൊന്നും കഴിയാതെ നമ്മുടെയൊക്കെ ജീവിതകാലത്ത് തന്നെ വാഴ്ത്തപ്പെട്ടവനായിട്ടും വിശുദ്ധനായിട്ടും പ്രഖ്യാപിക്കപ്പെടണമെന്നൊക്കെ അപേക്ഷിക്കാം. അദ്ദേഹം വിശുദ്ധനായ വ്യതിയായിരുന്നതിനെക്കുറിച്ച് ആർക്കും സംശയമൊന്നുമില്ല. അദ്ദേഹമാണ് തൊട്ടടുത്ത് അങ്കണത്തുള്ളതായ ആ സ്ഥലമൊക്കെ വാങ്ങിച്ചത്. അദ്ദേഹമാണ് അവിടെ ഒരു ആശുപത്രി തുടങ്ങിയത്. ആശുപത്രി നിന്ന് തുടങ്ങിയെന്ന് ചോദിച്ചാൽ ആശുപത്രി രോഗികൾക്ക് ചികിത്സയ്ക്ക് സൗകര്യമുണ്ടായിരുന്നില്ല. കാലത്ത് കുറച്ച് നാൾ മുമ്പ് ഇവിടെ സ്മോൾ പോക്സ് വസൂരി രോഗം ഉണ്ടായിരുന്ന ആളുകൾ മരിച്ചിട്ടുണ്ട്. വസൂരി വന്നാൽ ആളുകളെ വാഴയിൽ വെട്ടിയിട്ടിട്ട് അതിൽ കിടത്തുക ചെയ്തിരുന്നത്. മരുന്നൊന്നുമില്ല. മരിക്കാനാണെങ്കിൽ മരിക്കും, അല്ലെങ്കിൽ ജീവിക്കും. മരുന്നൊന്നുമില്ല. ഇന്ന് വാക്സിനേഷനുണ്ട്. കുട്ടികൾ 1-ാം ക്ലാസ്സിലേക്ക് പഠിക്കുമ്പോൾ ഗവൺമെൻറ്റിൽ നിന്ന് ആൾ വന്ന് അച്ചുകുത്തും. അച്ചുകുത്തി കഴിഞ്ഞാൽ പിന്നെ വസൂരി ഉണ്ടാകുകയില്ല. ഇന്ന് ഇന്ത്യയിൽ വസൂരി ഇല്ല. ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തിലൊരിടത്തും തന്നെ ഇല്ല. കാരണം ഈ വാക്സിനേഷൻ കണ്ടുപിടിച്ചതോടെ വസൂരി ഇല്ലാണ്ടായി. സൂചിപ്പിച്ച് അന്ന് വാക്സിനേഷൻ്റെ ഒന്നുമില്ല. വസൂരിയുണ്ട്, ചിക്കൻ പോക്സ് ഉണ്ട്, മറ്റു പല രോഗങ്ങളുണ്ട്, കുഷ്ഠവുമുണ്ട്. ഇന്ന് കുഷ്ഠം കേരളത്തിലില്ല. ഇന്ന് കുഷ്ഠവുമുണ്ട്. കുഷ്ഠം തുടങ്ങിയതായ സർവ്വ മാരക രോഗങ്ങളുണ്ടായിരുന്ന കാലഘട്ടത്തിൽ കോതമംഗലത്ത് ഒരു ആശുപത്രിയും ഇല്ലായിരുന്നു. ചുറ്റുപാടുള്ള പ്രദേശങ്ങളിൽ ഒരിടത്തും ആശുപത്രിയില്ല. അപ്പോൾ അങ്ങനെ അവസരത്തിൽ രോഗികൾക്ക് വേണ്ടി രോഗികളെ പരിചരിക്കുവാനായിട്ട് ഒരു സൗഖ്യം നേടിക്കൊടുക്കുവാനായിട്ട് ഒരു സ്ഥാപനം വേണം, എന്തെങ്കിലും ചെയ്യണം എഴുതിക്കൊണ്ടാണ് അദ്ദേഹം തങ്കളത്ത് കുന്നിൻ്റെ മുകളിൽ ആശുപത്രി തുടങ്ങിയത്. ആശുപത്രിയിൽ ഡോക്ടറുണ്ടായിരുന്നു, നേഴ്സായിട്ട് ആരെങ്കിലും ഉണ്ടായിരുന്നു എന്നറിയാൻ പാടില്ല. അച്ഛൻ നേഴ്സായിട്ടും കൂടി പ്രവർത്തിച്ചിട്ടുണ്ട്. മുറി വെച്ച് കെട്ടുവാനും വ്രണങ്ങളൊക്കെ കുറച്ച് വൃത്തിയാക്കുവാനും ഉള്ള കാര്യങ്ങളെല്ലാം അച്ഛൻ തന്നെ നേരിട്ട് ചെയ്തിട്ടുണ്ട്. സാധാരണ നമുക്കാർക്കും ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമ്മളുടെ കാര്യം ഇഷ്ടപ്പെടാത്ത ഒന്നാണ് ഈ രോഗ ശുശ്രൂഷ എന്ന് പറയുന്നത്. അച്ഛൻ ആ രോഗ ശുശ്രൂഷ ചെയ്തു. ഈ രോഗ ശുശ്രൂഷ തനിക്ക് നടത്തിക്കൊണ്ടുപോകാൻ പറ്റുകയില്ല എന്ന് മനസ്സിലായപ്പോഴാണ് ദൈവ സന്യാസി സമൂഹത്തിന് രൂപം കൊടുക്കാൻ പ്ലാനിട്ടത്. ഇങ്ങനെ സന്യാസി സമൂഹം ധർമ്മഗിരി സിസ്റ്റേഴ്സിൻ്റെ ആരംഭം അങ്ങനെയായിരുന്നു. സന്യാസിമാരുടെ ഉപദേശകന്, അതിൻ്റെ ആധ്യാത്മിക പിതാവ് ആയിട്ട് അദ്ദേഹം പ്രവർത്തിച്ചു. അതേസമയം തന്നെ രോഗികളുടെ ശുശ്രൂഷകനായിട്ടും. അത് ചരിത്രം പറയാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിൽ പോകാൻ പറ്റുകയില്ല. ഞാൻ ചുരുക്കുകയാണ്. ഇത്രയേറെ ത്യാഗോജ്വലമായ ജീവിതം നയിച്ച ഒരാൾ. അത് ഒരു രംഗം. മറ്റൊരു തലം, അദ്ദേഹം വേദ പ്രചാരത്തിൻ്റെ ഉത്തരവാദിത്തമുള്ള ആളായിരുന്നു. വേദപ്രചാരം എന്ന് പറഞ്ഞാൽ മനസ്സിലാകില്ല കുട്ടികൾക്ക്. പ്രൊപ്പഗേഷൻ ഓഫ് ഫെയ്ത്ത്, വിശ്വാസ പ്രചരണം, വിശ്വാസത്തെ അറിയിക്കുക, ആളുകളെക്കുറിച്ച് മനസ്സിലാക്കി കൊടുക്കുക. മുഖ്യമായിട്ടും അത് വിശ്വസിക്കാത്തവരുടെ ഇടയിലാണ്. അതേക്കുറിച്ച് ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ വേദപ്രചാര സംഘത്തിൻ്റെ മധ്യസ്ഥനായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ പറയാനുള്ള കാര്യമാണ് ഡയലോഗ്, സംവാദം. മറ്റ് വിശ്വാസികളുമായിട്ട് സംവാദം നടത്തുകയെന്ന്. അദ്ദേഹം സംവാദവും നടത്തിയിട്ടുണ്ട്. മറ്റു വിശ്വാസികളുമായിട്ടും വിശ്വാസികളില്ലാത്തവരുമായിട്ടും പ്രത്യേകിച്ച് അക്രൈസ്തവ സഹോദരങ്ങളുമായിട്ടൊക്കെ മതാന്തര സംവാദങ്ങളൊക്കെ നടത്തിയിരുന്നു. അങ്ങനെ വിശ്വാസം അറിയിക്കുവാനായിട്ട് ആകുന്ന രീതിയിൽ വലിയ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തിരുന്ന ആളാണ് അദ്ദേഹം.
അദ്ദേഹം വലിയ ഒരു കുടുംബത്തിൽ, നല്ലൊരു കുടുംബത്തിൽ, പുരാതന കുടുംബത്തിൽ പിറന്നയാൾ. കാലഘട്ടത്തിൽ തമിഴ്നാട്ടിൽ പോയി ഉന്നത ബിരുദം നേടിയ ഒരാൾ. കേരളത്തിൽ ഇന്ന് സർവകലാശാലയില്ല. സർവകലാശാല ഇല്ലാത്തതുകൊണ്ട് തമിഴ്നാട്ടിൽ പോകണം പഠിക്കണമെങ്കിൽ. തമിഴ്നാട്ടിൽ പോയി ഉന്നത ബിരുദമൊക്കെ നേടി വന്നു. ഇങ്ങനെ വന്ന ഒരാൾക്ക് ഗവൺമെൻറ് ഉദ്യോഗം കിട്ടാൻ ഒരു പ്രയാസമില്ല. വലിയ ഉദ്യോഗം കിട്ടാമായിരുന്നു. ഉദ്യോഗമെല്ലാം മാറ്റി വച്ചിട്ട്, പഠിത്തമെല്ലാം മാറ്റി വച്ചിട്ട് അദ്ദേഹം ഇങ്ങനെ വിശ്വാസ പ്രഘോഷണത്തിന് വേണ്ടിയിട്ട്, യോഗി പരിചരണത്തിന് വേണ്ടിയിട്ട്, മതാന്തര സംവാദത്തിന് വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചു. അദ്ദേഹത്തിൻ്റെ ജീവിത വിശുദ്ധി സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ ഞാൻ സൂചിപ്പിച്ചതെന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വലിയ ഒരു ജീവിത വിശുദ്ധിയുടെ ഉടമയായിരുന്നു പഞ്ഞിക്കാരനച്ഛൻ. അദ്ദേഹത്തിൻ്റെ ജീവിതം വെറും ഭക്തിയുടെ ജീവിതം മാത്രമായിരുന്നില്ല, വിശ്വാസത്തെക്കുറിച്ച് അതിന് ആഴമേറിയ അറിവുണ്ടായിരുന്നു. അത് എഴുതി ലേഖനങ്ങളും പുസ്തകങ്ങളും കണ്ടാൽ അറിയാം. വിശ്വാസത്തെക്കുറിച്ച് ആഴമേറിയ അറിവുണ്ടായിരുന്നു. വിശുദ്ധൻ എന്ന് പറഞ്ഞാൽ വെറും ഭക്തിക്കാരൻ മാത്രമല്ല. ഭക്തി ഒരു വശം, വിശ്വാസവും പ്രത്യാശയും സ്നേഹമാണ് അടിസ്ഥാന സുഹൃത്തുക്കൾ. ആഴമേറിയ വിശ്വാസവും ആഴമേറിയ പ്രത്യാശയും ആഴമേറിയ സ്നേഹവും വേണം. സ്നേഹമുള്ള മനുഷ്യർക്ക് ഒരു മനുഷ്യനും ഒരു ദ്രോഹവും ചെയ്യുകയില്ല, ഒരു തരത്തിലും ദ്രോഹം ചെയ്യില്ല, ആളുകൾ അറിഞ്ഞാലും ഇല്ലെങ്കിൽ ചെയ്യില്ല, നന്മയെ ചെയ്യാൻ ശ്രമിക്കുകയുള്ളൂ. പിന്നെ വലിയ വിശ്വാസവും വലിയ സ്നേഹവും വലിയ പ്രത്യാശയും ഒരാളെ വിശുദ്ധൻ. അതൊന്നും കൂടാണ്ട് വിശുദ്ധനാവാൻ പറ്റുകയില്ല. വിശുദ്ധനാവാൻ അത്യന്താപേക്ഷിതമാണ് ഈ കാര്യം. അടിയുറച്ച വിശ്വാസം വേണം, വലിയ സ്നേഹം വേണം. വിശ്വാസികൾക്ക് മാതൃകയായിരിക്കണം. ഒരിക്കൽ ഒരു ഹൈന്ദവ സഹോദരൻ, ഞാൻ പങ്കെടുക്കുന്ന സംഘത്തിൽ ചേർന്നു, ഹൈന്ദവ സഹോദരൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് മദർ തെരേസയെ വിശുദ്ധിയായിട്ട് നിങ്ങൾ കണക്കാക്കാത്തത്? അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, വിശുദ്ധിയായിട്ട് കണക്കാക്കുന്നുണ്ട്, പക്ഷെ പള്ളിയിൽ രൂപം വെച്ച് പ്രാർത്ഥിക്കണമെങ്കിൽ ചില കാര്യങ്ങളെല്ലാം ഉണ്ട്. സഭ ആളെ വിശുദ്ധൻ അല്ലെങ്കിൽ വിശുദ്ധിയായിട്ട് പ്രഖ്യാപിക്കണം. എന്നെ പ്രഖ്യാപിക്കാനിരിക്കുന്നതെന്ന് ഹൈന്ദവ സഹോദരൻ ചോദിച്ചു. എന്നെ പ്രഖ്യാപിക്കാനുള്ളത് മദർ തെരേസ വിശുദ്ധി എന്നൊരാൾക്ക് അറിഞ്ഞുകൂടെ? പക്ഷേ അതല്ല, സഭ അത് അംഗീകരിക്കണം. സഭ അംഗീകരിക്കണമെങ്കിൽ ജീവചരിത്രം മനസ്സിലാക്കണം, പഠിക്കണം. എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിലോ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലോ അന്വേഷിക്കണം. സമഗ്രമായൊരു അന്വേഷണത്തിന് ശേഷമേ, വിശദമായിട്ട് പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷമേ ഒരാൾ വലിയ ഭക്തനായിരുന്നു, അദ്ദേഹത്തിന് എപ്പോഴും സുഖദേവചര്യ ഗുണമാണ്, അതുകൊണ്ട് മാത്രം ഒരാളെ വിശുദ്ധനായിട്ട് സഭ പ്രഖ്യാപിക്കുന്നില്ല. സഭ കുറച്ചുകൂടിയൊക്കെ കാര്യവിവരമുള്ള പ്രസ്ഥാനമാണ്. 2000 കൊല്ലത്തെ ചരിത്രം സഭയ്ക്കുണ്ട്, ഒത്തിരി അറിവ് സഭയ്ക്കുണ്ട്, ഒത്തിരി അനുഭവജ്ഞാനമുണ്ട്. അതുകൊണ്ട് സഭ അറിഞ്ഞ് പഠിച്ച് മനസ്സിലാക്കിയിട്ട് ഈ കാര്യം പറയുകയുള്ളൂ. എന്നാണ് നാമകരണമൊക്കെ നീണ്ടു പോകുന്നത്. ഇയാളെക്കുറിച്ച് പഠിക്കണം, ഇയാളുടെ വിശുദ്ധിയെക്കുറിച്ച് പഠിക്കണം, അയാൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്, എന്താണ് പ്രവർത്തിച്ചിരിക്കുന്നത്, എന്ത് സുഹൃതമാണ് ചെയ്തത്, എന്ത് നന്മയാണ് ജനത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ളത് എന്നൊക്കെ ആഴത്തിൽ മനസ്സിലാക്കിയാലേ അയാളെ അംഗീകരിക്കാനായിട്ട് പറ്റുകയുള്ളൂ. പഞ്ഞിക്കാരനച്ഛൻ്റെ ജീവിതത്തിലെ ഒരു ആദ്യത്തെ പടി അദ്ദേഹം ദേവദാസൻ, ഒന്നാമത്തത് വെനറബിൾ. അദ്ദേഹം ജീവിത വിശുദ്ധിയെക്കുറിച്ച്, സുഹൃത്തുക്കളെക്കുറിച്ച് തർക്കമൊന്നുമില്ല. ഇനി അടുത്തത് നമ്മൾ അംഗീകരിച്ചു, ദൈവം കൂടി അംഗീകരിക്കണം. ജീവിതവിശുദ്ധിയുള്ള ആളാണ്, നന്മ ചെയ്തിട്ടുള്ള ആളാണ് എല്ലാം ഞങ്ങൾക്കറിയാം, ഞങ്ങൾ അംഗീകരിക്കുന്നു. ദൈവം കൂടി നമ്മുടെ ആഗ്രഹത്തെ അംഗീകരിച്ച് അദ്ദേഹത്തിലൂടെ ഒരു അത്ഭുതമൊക്കെ നടന്നു കിട്ടുമ്പോൾ ദൈവദാസൻ എന്നുള്ളത്, ആദരണീയൻ എന്നുള്ള പടികൾ കടന്നിട്ട് അദ്ദേഹത്തെ വാഴ്ത്തപ്പെട്ടവൻ എന്ന് വിളിക്കപ്പെടുന്നു. അതിനായിട്ട് നമുക്ക് കാത്തിരിക്കാം, പ്രാർത്ഥിക്കാം. പിന്നീട് അദ്ദേഹം വിശുദ്ധൻ എന്നും നാമകരണം ചെയ്യപ്പെടും. അതിനും അടുത്ത പടി കൂടി കിടക്കണം. 1, 2, 3, 4 പടികളാണ് ഉള്ളത്. അപ്പോൾ 2ാമത്തെ പടി ആണ് ഇപ്പോൾ കടന്നിരിക്കുന്നത്. അദ്ദേഹം നമുക്കെല്ലാവർക്കും അഭിമാനമാണ്.
കോതമംഗലത്തിൽ നിന്നും ഒരു വിശുദ്ധനോ കോതമംഗലത്തിൽ നിന്നും ഒരു വിശുദ്ധൻ ഉണ്ടാകണം, എന്നല്ല പല വിശുദ്ധന്മാരുണ്ടാകണം, വിശുദ്ധകളുണ്ടാകണം എന്ന് പ്രാർത്ഥിക്കാം. ഇപ്പോൾ പഞ്ഞിക്കാരച്ചൻ്റെ ഈ കാര്യത്തിൽ നമ്മൾ ഓർത്ത് സഭ അദ്ദേഹത്തെ ഒരു വെനറബിൾ ആയിട്ട് ആദരണീയനായിട്ട് സുഹൃത്തുക്കളെ അംഗീകരിച്ചുകൊണ്ട് സഭയ്ക്ക് മുമ്പിൽ ആദരണീയനാണ് എന്ന് അംഗീകരിച്ച് നന്ദി പറയുന്നു, ദൈവത്തിന് നന്ദി പറയുന്നു, സഭയ്ക്ക് നന്ദി പറയുന്നത് അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും ദൈവകാര്യങ്ങളുടെ പ്രാർത്ഥിച്ചിട്ട് അവസാനിപ്പിക്കുകയാണ്.